CJP സമരത്തിനെ പിന്തുണച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്ക് ഒഴുകിയെത്തുകയാണ് യുവാക്കൾ. കേരളത്തിൽ നിന്നും വന്ന അനേകം വിദ്യാർത്ഥികളെ ജന്തർ മന്ദിറിൽ നമുക്ക് കാണാം. CJPയുടെ ജന്തർ മന്ദിറിലെ സമരവേദിയിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചില മലയാളികളെ ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നതാണ്. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ മലപ്പുറം. ഈ സമരത്തിൽ പങ്കെടുക്കാനായിട്ട് മാത്രം വന്നതാണ്. എന്തുകൊണ്ടാണ് വന്നത്? ഇത് എനിക്കോ ഇവർക്കോ വേണ്ടി നടത്തുന്ന സമരമല്ല, ഈ രാജ്യത്തിലെ മൊത്തം വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്നതാണ്. വിദ്യാർത്ഥികൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സമൂഹം, അതായത് എഡ്യൂക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ അടിമപ്പെടുന്ന ഒരു സമൂഹമായിട്ട് മാറും നമ്മുടെ സമൂഹം. അപ്പം അതാണ് ഇവിടുത്തെ ഗവൺമെന്റിനും ആവശ്യം. അടിമകളെയാണ് ആവശ്യം. അടിമപ്പെടാൻ ആരും തയ്യാറല്ല. ഞങ്ങൾ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് വന്നതാണ്. നമ്മുടെ പറ്റുന്ന മാക്സിമം സപ്പോർട്ട് നമ്മൾ ചെയ്യും. കേരളത്തിൽ നിന്ന് അധികം ആൾക്കാർ ഇനിയും വരണം. മലപ്പുറത്ത് ഞങ്ങൾ ഇന്ന് രാവിലെ എത്തിയതാണ്. അപ്പോൾ ഇപ്പോഴാണ് പ്രൊട്ടസ്റ്റ് ഒക്കെ ഒന്ന് ഉഷാറായത്. എല്ലാവരും ഇപ്പോൾ ഞങ്ങൾ രാവിലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ വെള്ളം, ഫുഡ്, ചായ, ബിസ്ക്കറ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ആർക്കും പുറത്തു പോകേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഇന്ത്യയിലെ പല ഭാഗത്തുനിന്നും ആൾക്കാർ സ്വിഗ്ഗിലും സൊമാറ്റോയിലും മറ്റ് ജെപ്റ്റോയിലും ഇതിലൊക്കെ ഫുഡ് ഓർഡർ ചെയ്ത് എല്ലാം ഇവിടെ എത്തിക്കണം. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ബിസ്ക്കറ്റ്, ചായ, പഴം, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പുറത്തു പോയിട്ടില്ല. എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എനിക്കിതിൽ ഏറ്റവും ലൈക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളവിടെ ഒരുപാട് പേര് ഉറങ്ങുന്നുണ്ട്. ഞങ്ങൾ രാവിലെ വന്നപ്പോൾ അപ്പോൾ ചൂടെടുത്തിട്ട് കുറേ പേര് വീശാനായിട്ട് വീശി കൊടുക്കുക. നമ്മൾ അറിയ പോലുമില്ല. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇല്ല ഞങ്ങൾ ഇരുന്നപ്പോൾ കൊൽക്കത്തയിൽ നിന്നൊക്കെ വന്ന നമ്മുടെ ഓരോ ബ്രദേഴ്സ് നമുക്ക് വീശി തരിക. അപ്പോൾ നമ്മളത് ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ അവരെല്ലാം സ്വയം ഇഷ്ടപ്രകാരം ചെയ്യാണ്. അപ്പോൾ ഇങ്ങനൊരു സമരം, ഇപ്പോൾ ജെൻസി പ്രൊട്ടസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനൊരു സമരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്രയും ഒരു കൈൻഡ് ഹേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതും. ഒരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്കയായിട്ട് അത് അതുപോലെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഞാനൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കുട്ടികളുടെ പ്രയാസങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവും കുട്ടികളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. അർഹതപ്പെട്ട ഒരാൾക്ക് പോലും ഇവിടെ സീറ്റ് കിട്ടുന്നില്ല എന്നുള്ളത് സത്യമാണ്. അത്രയും സ്കാം ഇതിന്റെ പുറകെ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സിസ്റ്റം ടോട്ടലി കറപ്റ്റഡ് ആണ്. ഈ സിസ്റ്റം ചേഞ്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറും അടിമകളായിട്ട് മാറും. ആദ്യത്തെ ദിവസങ്ങൾ പോലെയല്ല, ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ഇവിടേക്ക് വരുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജന്തർ മന്ദിറിൽ നിന്നും ജഗദീഷ് വിഷ്ണുവിനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.